Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ഞാൻ ഏകദേശം ഒരു 200 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി അത് ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി വളരെ ചെറിയ പീസസ് ആയിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. റൗണ്ടിൽ നമുക്കിതുപോലെ എല്ലാ വെണ്ടയ്ക്കയും അരിഞ്ഞെടുക്കണം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം വളരെ നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് വേഗം തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അത് ഇതിനി ഈ എണ്ണയിൽ കിടന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് ഇളക്കി കൊടുക്കണം. നമുക്ക് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പച്ച കളറൊന്ന് മാറി ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെയാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നന്നായിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പച്ചടിക്ക് നല്ല ടേസ്റ്റ് വരിക. ഇപ്പോൾ ഏകദേശം ഒരു 80% വരെ ഫ്രൈ ആയിട്ടുണ്ട്. എങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒന്ന് കളർ മാറുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നല്ല പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ് ഈ തേങ്ങ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 പച്ചമുളകാണ്. ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജീരകം ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അരയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇതാ ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് തൈരാണ്. ഞാനിവിടെ ഏകദേശം 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് അത് ഉടച്ചെടുക്കണം. ഒരൊട്ടും തരിയില്ലാതെ നന്നായിട്ട് നമ്മളിതൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തൈരൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ മിക്സാണ്. നമുക്കിനി നമ്മൾ ഇപ്പോൾ ഉടച്ചെടുത്ത തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തൈരും കൂടി നമ്മുടെ തേങ്ങയുടെ മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. തേങ്ങയും നന്നായിട്ട് അരഞ്ഞതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ കടുകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2-3 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഉഴുന്നുപരിപ്പിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത്
ഒരു ബ്രൗൺ കളർ ആകുന്നതിന് വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഇപ്പോൾ നന്നായിട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈരും തേങ്ങ അരച്ചതിൻ്റെയും കൂടെ മിക്സാണിത്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ സൈഡെല്ലാം പെട്ടെന്ന് തന്നെ പതഞ്ഞ് വരും. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മളിത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വരുന്ന ആ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് മാറ്റണം. ഇപ്പോൾ സൈഡെല്ലാം നമുക്ക് ചെറുതായിട്ട് അത് പതിഞ്ഞ് വന്നിട്ടുണ്ട്, തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അധികം നേരം ഇതൊന്നും അടുപ്പിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു പച്ചടിയാണ്. അതുപോലെ ചോറിൻ്റെ കൂട്ടത്തിൽ വളരെ ടേസ്റ്റിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പം നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. എല്ലാവരും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്.